ഇന്ന് ഡേറ്റ്സ് എങ്ങനെ കുറഞ്ഞ ചിലവിൽ നിങ്ങൾക്കൊരു റീപാക്കിംഗ് ബിസിനസ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചാണ് പറയുന്നത്. ഡേറ്റ്സ്, ഈന്തപ്പഴം. ലോകത്ത് ഒരുപാട് ഈന്തപ്പഴം വിൽക്കുന്ന ചെറിയ ചെറിയ സംരംഭകരുണ്ട്. നമ്മുടെ കേരളത്തിലും അല്ലെങ്കിൽ ഇന്ത്യയിൽ പൊതുവെ നോക്കിയാലും ഡേറ്റ്സ് നമ്മൾ കാര്യമായിട്ട് ഇന്ത്യയിൽ ഉത്പാദിപ്പിക്കുന്നില്ല, കൃഷി ചെയ്യുന്നില്ല. ഇതെല്ലാം പുറത്തുനിന്ന് വരുന്നതാണ്. അതിന്റെ അർത്ഥം 90% നമ്മൾ മാർക്കറ്റിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ഈന്തപ്പഴം അല്ലെങ്കിൽ ഡേറ്റ്സ് ഉൽപാദകർ പാക്ക് ചെയ്യുന്നതല്ല. അത് റീപാക്കിംഗ് ചെയ്യുന്നവരാണ്. പുറമേ നിന്ന് വലിയ ക്വാണ്ടിറ്റി വാങ്ങിച്ച് ചെറിയ ചെറിയ കണ്ടെയ്നറുകളിലും പൗച്ചിലും അട്രാക്റ്റീവ് ആയിട്ടുള്ള ബോട്ടിലുകളിലെല്ലാം നിറച്ചിട്ട് അവരുടേതായ ബ്രാൻഡ് സൃഷ്ടിച്ച് കൊടുക്കുന്ന ഒരു രീതിയാണ് ഡേറ്റ്സിന് കാണുന്നത്. നിങ്ങൾക്കും ഈ ഒരു അവസരം ഉപയോഗിക്കാവുന്നതാണ്. ഹോൾസെയിൽ കിട്ടുന്ന കേന്ദ്രങ്ങളിൽ നിന്ന് ഡേറ്റ്സ് നല്ല ക്വാളിറ്റി വാങ്ങാം. ഈ കാണുന്ന തരത്തിലുള്ള പൗച്ചുകളിലോ അല്ലെങ്കിൽ നിരവധി പാക്കിംഗ് ഓപ്ഷൻ ഉണ്ട് ഈ ഡേറ്റ്സിന്. അതിന്റെ ക്വാളിറ്റിയും അതിന്റെ ഇതും അനുസരിച്ച്, അതിന്റെ ക്വാളിറ്റിയും അപ്പിയറൻസും അനുസരിച്ച് പറ്റാവുന്ന പാക്കിംഗ് മെറ്റീരിയൽ തിരഞ്ഞെടുക്കുക. നിങ്ങൾക്ക് ചിലവാകുന്ന പണത്തിന്റെ പിന്നെ നിങ്ങളുടെ അധ്വാനത്തിന്റെ കഴിഞ്ഞ ഒരു ഏറ്റവും കുറഞ്ഞൊരു 30-35% മാർജിൻ, അതായത് ലാഭം ഇട്ടുകൊണ്ട് നിങ്ങൾക്ക് അത് റീറ്റെയിലോ അല്ലെങ്കിൽ ഹോൾസെയിലോ ആയിട്ടോ വിൽക്കാൻ പറ്റാവുന്നതാണ്. ചെറിയ മുതൽ മുടക്ക് ചെയ്യാൻ പറ്റാവുന്ന ഒരു ആശയമാണ്. ഇതിന് കണ്ടെയ്നറുകളെല്ലാം ഇന്ന് പല സ്ഥലങ്ങളിൽ ലഭിക്കും. ഇവിടെ മാത്രമല്ല, പല സ്ഥലങ്ങളിൽ ലഭിക്കും. സ്റ്റിക്കേഴ്സ് നമുക്കൊരു 25 A3 സ്റ്റിക്കർ ഉണ്ടെങ്കിൽ നമുക്ക് അതിൽ പ്രിന്റ് ചെയ്ത് തരാൻ സാധിക്കും. അതിന്റെ ഡിസൈൻ ചെയ്യാൻ പറ്റും. അപ്പൊ ഇത് കണ്ട് എനിക്കിതൊരു ഒരു കസ്റ്റമർ എനിക്ക് അയച്ചു തന്ന ഒരു ഗിഫ്റ്റ് ആണ്. അത് ഡേറ്റ്സ് ആണ്. ഇതുപോലെയുള്ള ഈ ഗിഫ്റ്റിനെല്ലാം ഇതേപോലെ ധാരാളം കണ്ടെയ്നറുകൾ ഉപയോഗിക്കുന്നുണ്ട്. ഇതിപ്പോ ഒരു സ്ഥലത്ത് വിസിറ്റിംഗ് ചെല്ലുമ്പോഴോ അല്ലെങ്കിൽ ഒരു ഗസ്റ്റിനെ കാണാൻ ചെല്ലുമ്പോഴെല്ലാം ആളുകൾ വാങ്ങുന്നത് ഈ തരത്തിലുള്ളതാണ്. അപ്പൊ നിങ്ങൾ പാക്ക് ചെയ്യുമ്പോൾ വില കുറഞ്ഞ ഒരു ഡേറ്റ്സ്, സാധാരണ കറികളിലൊക്കെ ഇടാൻ പറ്റാവുന്ന തരത്തിലുള്ള ഡേറ്റ്സും പിന്നെ വില കൂടിയ പല റേഞ്ചിലുള്ളതും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതൊരു ബിസിനസ് ആശയമാക്കി മാറ്റാൻ പറ്റും. ഒത്തിരി പടച്ചെലവില്ലാതെ ചെയ്യാൻ പറ്റാവുന്ന ഒരു ആശയമാണ്. ചെയ്ത് നോക്കാം. പിന്നെ വീണ്ടും പറയുന്നു, ബിസിനസ് എന്ന് പറയുന്നത് ഒരു റിസ്ക് തന്നെയാണ്. വളരെ എളുപ്പമാണെന്ന് ഞങ്ങളൊരു വീഡിയോയിലും പറയുന്നില്ല. ഇത് ഒരു ആശയമാണ്. ചെറിയ ഒരു ഐഡിയ ഉണ്ടെങ്കിൽ, കുറച്ച് വിൽക്കാനുള്ള തന്ത്രങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വിജയിക്കാൻ പറ്റാവുന്ന ഒരു സാധ്യതയാണ്. മാത്രമല്ല, ഡേറ്റ്സ് തുടങ്ങി വിജയിച്ചു കഴിഞ്ഞാൽ വീണ്ടും അടുത്ത റേഞ്ച് നട്ട്സ് അതുപോലെയുള്ള സംഭവങ്ങളിലേക്കും എല്ലാം വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതൊരു ബിസിനസ് ആശയമായിട്ട് വളർത്തിക്കൊണ്ടുവരാൻ പറ്റാവുന്നതാണ്.